ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 19ാമത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വത്തെക്കുറിച്ചാണ്. PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള എല്ലാ കാര്യങ്ങളും SCRT NCRT പോയിന്റ്സുകളെല്ലാം ഡിസ്കസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഓരോ ക്ലാസ്സും മുന്നോട്ടേക്ക് പോകുന്നത്. 10th ലെവൽ മുതൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവലിലുള്ള എല്ലാ എക്സാമുകൾക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിൽ തന്നെയാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞാലുടൻ ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ കാണാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പൗരത്വത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ്. എന്താണ് പൗരത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വം അറിയപ്പെടുന്നതാണ് പൗരത്വം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പൗരത്വം എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വം അറിയപ്പെടുന്നതാണ് പൗരത്വം എന്ന് പറയുന്നത്. പൗരത്വത്തെ അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിന്റെ പൗരൻ എന്ന് നമുക്ക് വിളിക്കാമെന്നാണ് അരിസ്റ്റോട്ടിൽ അഭിപ്രായപ്പെട്ടത്. ഒന്നുകൂടി പറയാം: ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിന്റെ പൗരൻ എന്ന് വിളിക്കാം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പാർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി തവണ PSC ബേസ് ലെവലായിട്ടുള്ള ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയ ഒരു ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പാർട്ട് അല്ലെങ്കിൽ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ, അത് 2ാം ഭാഗത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്? സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം ഓർത്തു വച്ചോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി തവണ PSC ചോദിച്ചതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പാർട്ട് അല്ലെങ്കിൽ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ 2ആണ്. അതിൻ്റെ ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 മുതൽ 11 വരെയാണ്. നമുക്കിനി ഓരോ ആർട്ടിക്കിളുകളെ കുറിച്ചും പഠിക്കാം. അതായത് ആർട്ടിക്കിൾ 5 പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരന്മാരെ കുറിച്ചാണ് ഏതിൽ പറയുന്നത്? ആർട്ടിക്കിൾ 5 പറയുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 6 എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി വന്നവർക്ക് പൗരത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 6 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 7 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1947 ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർക്കുകയും ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഇന്ത്യൻ പൗരന്മാർക്കായുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 7 ആണ്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 7 ആണ് എന്ത്? 1947 ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർക്കുകയും ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഇന്ത്യൻ പൗരന്മാർക്കായുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 8 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യക്ക് പുറത്ത് താമസിക്കുകയും ചെയ്യുന്ന ചില ആളുകളുടെ പൗരത്വത്തെക്കുറിച്ച് പറയുന്ന കാര്യമാണ് ആർട്ടിക്കിൾ 8. ആർട്ടിക്കിൾ 9 ആണെങ്കിൽ വിദേശ പൗരത്വം സ്വീകരിക്കുന്നവർ ഇന്ത്യൻ പൗരന്മാർ ആയിരിക്കില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 9. ആർട്ടിക്കിൾ 10 ആണെങ്കിൽ പൗരത്വത്തിനുള്ള അവകാശങ്ങളുടെ തുടർച്ചയെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 11 ആണ് പൗരത്വത്തിനുള്ള അവകാശം പാർലമെന്റ് നിയമം വഴി ക്രമപ്പെടുത്താവുന്നതാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 11. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഈ പറയുന്ന ഏത് ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്? ഭാഗം 2. ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളാണ് പറയുന്നത്. അതേപോലെ തന്നെ അരിസ്റ്റോട്ടിൽ എന്താണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും അതേപോലെ തന്നെ എന്താണ് നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിന്റെ പൗരൻ എന്ന് വിളിക്കാം. ഇനി കറക്റ്റായിട്ടൊരു ഡെഫിനിഷൻ കോമൺ ആയിട്ട് പറയുന്നതാണ്: ഒരു രാജ്യത്തിന്റെ പൂർണ്ണവും തുല്യവുമായ അംഗത്വം അറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? പൗരത്വം എന്ന് പറയുന്നത്. ഓക്കെ,
വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ്, അല്ലെങ്കിൽ ഏക പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള പൗരത്വമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏക പൗരത്വം ആണ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പു തരുന്നത്. ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്നത് ആരാണ്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്നത്. ഏകപൗരത്വം എന്ന് പറയുന്ന ആ ഒരു ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടനിൽ നിന്നാണ് ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത്. ഓക്കെ, അപ്പോൾ ഏകപൗരത്വം എന്ന് പറയുന്ന ആ ഒരു ആശയം, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഏത് രാജ്യത്താ? ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്. വിദേശികളായ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നതിനും അവരുടെ സഹവർത്തിത്വം നിലനിർത്തുന്നതിനുമായി 2000 സെപ്റ്റംബറിൽ ഇന്ത്യൻ വിദേശ മന്ത്രാലയം രൂപീകരിച്ച കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് LM സിംഗ്വി കമ്മിറ്റി. ഓർത്തു വെച്ചോ, LM സിംഗ്വി കമ്മിറ്റിയാണ് ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വച്ചത്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. മക്കളെ ശ്രദ്ധിച്ചു വെച്ചോ, ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വച്ചത് ഏത് കമ്മിറ്റിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് LM സിംഗ്വി കമ്മിറ്റി. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വച്ചത് LM സിംഗ്വി കമ്മിറ്റിയാണ്. ഒരു വിദേശിക്ക് ഇന്ത്യയിൽ 7 വർഷം താമസിച്ചാൽ മാത്രമാണ് പൗരത്വത്തിന് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വിദേശിക്ക് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് നമ്മൾ കൊടുക്കുമോ? ഇല്ല. 7 വർഷം താമസിച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ? പൗരത്വത്തിന് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത്. ഒരു ഇന്ത്യൻ പൗരൻ ഏതെങ്കിലും വിദേശ രാജ്യത്തിന്റെ പാസ്പോർട്ട് സമ്പാദിക്കുകയാണെങ്കിൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം ഇല്ലാതാകും. പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാർലമെന്റിനാണ്. ഓക്കെ, അപ്പോൾ പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? പാർലമെന്റിനാണ് പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത്. ഇന്ത്യൻ പൗരത്വ നിയമം പാസാക്കിയത് ഏതു വർഷമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പൗരത്വ നിയമം എന്നാണ് പാസാക്കിയത്? 1955 ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയത്. ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നതും ഇന്ത്യൻ ഗവൺമെന്റിന് തന്നെയാണ്. ഓക്കെ, ഇനി ഒരു വിദേശിക്ക് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കുന്നതിനുള്ള മാർഗങ്ങൾ വിശദീകരിക്കുന്നത് 1955 ഇന്ത്യൻ പൗരത്വ നിയമത്തിലാണ്. അപ്പോൾ ഒരു വിദേശിക്ക് എന്ത് ചെയ്യാം? ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് പറയുന്നത് 1955 പൗരത്വ നിയമത്തിലാണ്. ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശിക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗമാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടാനുള്ള മാർഗത്തെ കുറിച്ച് പറയുന്നതാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പൗരത്തെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സ്വാഭാവിക പൗരത്വം എന്നും രണ്ട് ആർജിത പൗരത്വം എന്നും. ഓക്കെ, അപ്പോൾ പൗരത്വത്തെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് സ്വാഭാവിക പൗരത്വം എന്നും അടുത്തതാണ് ആർജിത പൗരത്വം എന്ന് പറയുന്നു. ഓക്കെ, എന്താണ് സ്വാഭാവിക പൗരത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജന്മനാ ലഭിക്കുന്ന പൗരത്വമാണ് എന്തെന്ന് പറയുന്നത്? സ്വാഭാവിക പൗരത്വം എന്ന് പറയുന്നത്. അപ്പോൾ ജന്മനാ ആയിട്ട് നമ്മളിവിടെ ജനിക്കുന്നു, നമുക്ക് എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ പൗരത്വം ലഭിക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? സ്വാഭാവിക പൗരത്വം എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമാനുസൃത നടപടികൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടിയെടുക്കുന്ന പൗരത്വമാണെങ്കിലോ അതിനെ ആർജിത പൗരത്വം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമാനുസൃത നടപടികളൊക്കെ പാലിച്ചുകൊണ്ട് ഒരാൾ നേടിയെടുക്കുന്ന പൗരത്വമാണ് നമ്മൾ ആർജിത പൗരത്വം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചിരകാല അധിവാസം മുഖേന 1951 ഇന്ത്യൻ പൗരത്വം നേടിയ വ്യക്തിയാണ് മദർ തെരേസ. ഓക്കെ, അപ്പോൾ ചിരകാലാധിവാസം മുഖേന 1951 ഇന്ത്യൻ പൗരത്വം നേടിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മദർ തെരേസയാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മദർ തെരേസയാണ്. അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്നത് മദർ തെരേസ. ചിരകാല അധിവാസം മുഖേന 1989 ഇന്ത്യൻ പൗരത്വം നേടിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാറി ബേക്കർ ആണ്. ഓക്കെ, അപ്പോൾ ചിരകാല അധിവാസം മുഖേന 1989 ഇന്ത്യൻ പൗരത്വം നേടിയത് ലാറി ബേക്കർ ആണ്.
വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? ലാറി ബേക്കർ ആണ്. ഓക്കെ, അപ്പോൾ വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ലാറി ബേക്കർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസ് ആയിട്ട് ഈ പറയുന്ന പൗരത്വം എന്ന് പറയുന്നതിന്റെ ആമുഖത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതായത് എന്താണ് പൗരത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വം അറിയപ്പെടുന്നതാണ് പൗരത്വം. ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിന്റെ പൗരൻ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്, അല്ലെങ്കിൽ പാർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2-ാം പാർട്ടിലാണ് പറയുന്നത്. ഇനി അതിനെക്കുറിച്ച് പറയുന്ന പൗരത്വത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 മുതൽ 11 വരെയാണ്. 5 പറയുന്നത് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് പൗരന്മാർ. ആർട്ടിക്കിൾ 6 പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്ക് പൗരത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 7 ആണെങ്കിൽ 1947 ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർക്കുകയും ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഇന്ത്യൻ പൗരന്മാർക്കായുള്ള അവകാശം. ആർട്ടിക്കിൾ 8 ആണെങ്കിൽ ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യക്ക് പുറത്ത് താമസിക്കുകയും ചെയ്യുന്ന ചില ആളുകളുടെ പൗരത്വത്തെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 9 വിദേശ പൗരത്വം സ്വീകരിക്കുന്നവർ ഇന്ത്യൻ പൗരന്മാർ ആയിരിക്കില്ല എന്ന് പറയുന്നു. ഇനി ആർട്ടിക്കിൾ 10 ആണെങ്കിൽ പൗരത്വത്തിനുള്ള അവകാശങ്ങളുടെ തുടർച്ചയെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 11 പൗരത്വത്തിനുള്ള അവകാശം പാർലമെന്റ് നിയമം വഴി ക്രമപ്പെടുത്താവുന്നതാണ് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നിലവിലത്തെ പൗരത്വം എന്ന് പറയുന്നത് ഏക പൗരത്വമാണ്, അഥവാ സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഈ ഒരാശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് ഈ ഒരാശയം കടമെടുത്തത്. ഇനി ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. ഇനി ഇന്ത്യയിൽ ഇരട്ട പൗരത്വം വേണമെന്ന് മുന്നോട്ട് വച്ച ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അതാണ് ഏതെന്ന് പറയുന്നത്? LM സിംഗ്വി കമ്മിറ്റിയാണ്. ഒരു വിദേശിക്ക് ഇന്ത്യയിൽ 7 വർഷം താമസിച്ചാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൗരത്വത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എന്താണ് നിലവിൽ ഒരു പൗരത്വ നിയമം പാർലമെന്റ് പാസ്സാക്കിയത്, ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 1955-ലാണ്. ഓക്കെ, 1955-ലാണ്. ഓക്കെ, ഇനി നിലവില് എന്താണ് പൗരത്വം നമുക്ക് നേടാനായിട്ട് രജിസ്ട്രേഷൻ, അതേപോലെ തന്നെ എന്താണ് നിലവിൽ സ്വാഭാവിക പൗരത്വവും ഉണ്ട്, ആർജിത പൗരത്വം. ഇങ്ങനെ പൗരത്വത്തെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം എന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് സ്വാഭാവിക പൗരത്വം എന്ന് പറയുന്നത് ജന്മനാ ലഭിക്കുന്ന പൗരത്വമാണ്. പക്ഷെ എന്താണ് ആർജിത പൗരത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമാനുസൃത നടപടികൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടിയെടുക്കുന്ന പൗരത്വമാണ് ആർജിത പൗരത്വം എന്ന് പറയുന്നത്. അങ്ങനെ ചിരകാല അധിവാസം മുഖേന 1951 പൗരത്വം നേടിയത് മദർ തെരേസയും 1989 എന്താണ് പൗരത്വം നേടിയതാണെങ്കിൽ ലാറി ബേക്കറുമാണ്. അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്നത് മദർ തെരേസയും അതേപോലെ തന്നെ വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് ലാറി ബേക്കറുമാണ്. ഓക്കെ, ഇനി ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമ്മളൊരു ഇന്ത്യൻ പൗരനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള രാഷ്ട്രീയ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് വോട്ട് ചെയ്യാനുള്ള അവകാശം. എന്താണ്? വോട്ട് ചെയ്യാനുള്ള അവകാശം. രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം. മൂന്നാമത്തത് സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം. നാലാമത് ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം. അഞ്ചാമത്തെയാണ് ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം. അപ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ ആണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വച്ചോ. ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്, അല്ലെങ്കിൽ ഇതിൽ പെട്ടത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റണം. അപ്പോൾ ഒന്നാമത്തെയാണ് എന്ത്? വോട്ട് ചെയ്യാനുള്ള അവകാശം. വോട്ട് ചെയ്യാനുള്ള അവകാശം നമ്മുടെ രാഷ്ട്രീയ അവകാശമാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം നമ്മുടെ രാഷ്ട്രീയ അവകാശമാണ്. സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം നമ്മുടെ രാഷ്ട്രീയ അവകാശമാണ്. ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശവും രാഷ്ട്രീയ അവകാശമാണ്. ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, ഇതും എന്ത് തന്നെയാണ്? രാഷ്ട്രീയ അവകാശങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തു വച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, ഒരു ഇന്ത്യൻ പൗരന് പൗരത്വം നേടുന്നത് എങ്ങനെയെല്ലാമാണ്? അപ്പോൾ ഇന്ത്യൻ പൗരത്വം നേടുന്നത് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പാർലമെന്റ് പാസാക്കിയ
1955 പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം എന്ത് ചെയ്യാം, നേടിയെടുക്കാം. ഓക്കെ, അപ്പോൾ PSC ചോദിക്കാറുണ്ട് എന്താണ് നിലവിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കുന്നത് എത്ര രീതിയിൽ നമുക്ക് നേടിയെടുക്കാം? എത്ര രീതിയിലാ? 5 രീതിയിലാണ് നേടിയെടുക്കാവുന്നത്. എങ്ങനെയാണ്? പാർലമെന്റ് പാസാക്കിയ 1955 പൗരത്വ നിയമം അനുസരിച്ച് നമുക്ക് 5 രീതിയിൽ എന്ത് ചെയ്യാം, പൗരത്വം നേടിയെടുക്കാം. ഒന്നാമതാണ് ജന്മസിദ്ധമായ പൗരത്വം എന്ന് പറയുന്നത്. ജന്മസിദ്ധമായ പൗരത്വം, അതായത് ബൈ ബർത്ത്. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത് പറയുന്നത്? പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. പിന്തുടർച്ച വഴിയുള്ള പൗരത്വം എന്ന് പറഞ്ഞാൽ ബൈ ഡീസന്റ്. അടുത്തതാണ് എന്ത്? രജിസ്ട്രേഷൻ മുഖാന്തരം, ബൈ രജിസ്ട്രേഷൻ. അടുത്തതാണ് ചിരകാലവാസം മുഖേന, ഓക്കെ, അതായത് ബൈ നാച്ചുറലൈസേഷൻ. അടുത്തതാണ് പ്രാദേശിക സംയോജനം മൂലം, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് സൊസൈറ്റി. അങ്ങനെ നമുക്ക് എത്ര രീതിയിൽ നമുക്ക് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം? 5 രീതിയിൽ നമുക്ക് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം. ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം, പ്രാദേശിക സംയോജനം വഴിയുള്ള പൗരത്വം. ഇങ്ങനെ 5 രീതിയിലാണ് പൗരത്വത്തെ നേടിയെടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ജന്മസിദ്ധമായ പൗരത്വം ബൈ ബർത്ത്. ഒരു വ്യക്തിക്ക് ജന്മസിദ്ധമായ പൗരത്വം വഴി ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കുന്നതിനുള്ള നിബന്ധനകൾ എന്ന് പറയുന്നത് ഇവയാണ്. ഒന്ന്, 1950 ജനുവരി 26 ശേഷം, 26 അതിനുശേഷം എന്നാൽ ഇന്ത്യ 1987 ജൂലൈ 1 മുൻപ് ഇന്ത്യയിൽ ജനിച്ച എല്ലാ വ്യക്തികൾക്കും അവരുടെ മാതാപിതാക്കളുടെ പൗരത്വം പരിഗണിക്കാതെ തന്നെ ഇന്ത്യൻ പൗരന്മാരായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ 1950 ജനുവരി 26 അതേപോലെ തന്നെ 1987 ജൂലൈ 1 ഈ സമയത്ത് ഇന്ത്യയിൽ ജനിച്ച എല്ലാ വ്യക്തികൾക്കും എന്താണ്, അവരുടെ മാതാപിതാക്കളുടെ പൗരത്വം പോലും പരിഗണിക്കാതെ തന്നെ ഇന്ത്യൻ പൗരന്മാരായി കണക്കാക്കുന്നു. അടുത്തതാണ് 1987 ജൂലൈ 1 അതിനുശേഷം എന്നാൽ 2004 ഡിസംബർ 3 മുൻപ് ഇന്ത്യയിൽ ജനിച്ചവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ അവരുടെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും അയാളുടെ ജനന സമയത്ത് ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. ഓക്കെ, അപ്പോൾ 87 to 2004 വരെയുള്ള ജനിച്ചവരാണെങ്കിൽ അവരെന്തായിരിക്കണം, അവരുടെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും എന്തായിരിക്കണം, ജനിക്കുന്ന സമയത്ത് ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. ഓക്കെ, അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് 2004 ഡിസംബർ 3 ശേഷം ഇന്ത്യയിൽ ജനിച്ച ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ രണ്ടുപേരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യൻ പൗരനും മറ്റേയാൾ കുഞ്ഞു ജനിക്കുന്ന സമയം ഇന്ത്യയിലേക്ക് നിയമവിരുദ്ധമായി കുടിയേറിയതും ആകരുത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന വ്യക്തിക്കും എന്ത് കിട്ടും, നിലവില് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 2004 എന്ത് ചെയ്യണം, ഈ പറയുന്ന രണ്ടുപേരുമാകണം. 1987 2004 എന്താണ്, ജനനസമയത്തും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. അതിക്ക് മുന്നേ ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ഈ മാതാപിതാക്കളുടെ എന്ത് ചെയ്യുന്നില്ല, നിലവിലത്തെ അവരുടെ എന്താണ് പൗരത്വം നോക്കാതെ തന്നെ എന്ത് ചെയ്യും, നേരെ അവർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇന്ത്യയിൽ നിയമിക്കപ്പെട്ട വിദേശ നയതന്ത്രജ്ഞരുടെ മക്കൾക്ക് ജന്മസിദ്ധമായ പൗരത്വം ലഭിക്കുകയില്ല കേട്ടോ. ഓക്കെ, അടുത്തത് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം ബൈ ഡീസന്റ്. ഓക്കെ, ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരു വ്യക്തിയുടെ ജനന സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവ് ഇന്ത്യൻ പൗരനായിരിക്കുകയും അദ്ദേഹം 1950 ജനുവരി 26 ശേഷം എന്നാൽ 1992 ഡിസംബർ 10 മുൻപോ ജനിച്ച വ്യക്തിയുമാണെങ്കിൽ പൗരത്വം പിന്തുടർച്ച വഴി എന്ത് ചെയ്യുന്നതായിരിക്കും, ലഭിക്കുന്നതായിരിക്കും. അടുത്തത് 1992 ഡിസംബർ 10 ശേഷമോ 2004 ഡിസംബർ 3 മുമ്പ് ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ജനന സമയത്ത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരുന്നാൽ പൗരത്വം എന്ത് ചെയ്യും, പിന്തുടർച്ച വഴി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി 2004 ഡിസംബർ 3 ശേഷം ഇന്ത്യക്ക് പുറത്ത് ജനിച്ച പിന്തുടർച്ച വഴിയുള്ള പൗരത്വത്തിന് അർഹനല്ല. എന്നാൽ ആ വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിലോ ജനിച്ച ഒരു വർഷത്തിനുള്ളിൽ അതത് രാജ്യത്തെ ഇന്ത്യൻ കോൺസുലേറ്റിൽ എന്ത് ചെയ്യണം, ജനനം രജിസ്റ്റർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ബൈ ഡീസന്റ്, അതായത് പിന്തുടർച്ച വഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറയുന്ന പൗരത്വം ആർജിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അടുത്തതാണ് രജിസ്ട്രേഷൻ മുഖാന്തരം ബൈ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷനിലൂടെ പൗരത്വം നേടുന്ന വിഭാഗങ്ങളാണ് 7 വർഷം മുമ്പ് ഇന്ത്യയിൽ താമസം ഉറപ്പിച്ച ഇന്ത്യൻ വംശജൻ, അവിഭക്ത ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജൻ, 7 വർഷം മുമ്പ് ഇന്ത്യയിൽ താമസം ഉറപ്പിച്ചതും ഇന്ത്യൻ പൗരത്വം ഉള്ളതുമായ
വ്യക്തി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതുമായ വ്യക്തി അവർക്കും എന്ത് കിട്ടുന്നതായിരിക്കും? നിലവിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ഇന്ത്യൻ പൗരന്മാരെ വ്യക്തികളുടെ പ്രായപൂർത്തിയായ കുട്ടികൾ, അതേപോലെ തന്നെ പ്രായപൂർത്തിയായ വ്യക്തി 12 മാസം മുൻപെയെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിട്ട് ഉണ്ടായിരിക്കുകയും മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരന്മാരായിരിക്കുകയും ചെയ്താൽ കിട്ടുന്നതായിരിക്കും. 5 വർഷമായി ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ കാർഡ് ഉടമയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അപേക്ഷിക്കുമ്പോൾ 12 മാസമായി ഇന്ത്യയിൽ താമസക്കാരനുമായ പ്രായപൂർത്തിയായ പൗരനാണെങ്കിൽ അപേക്ഷകന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? രജിസ്ട്രേഷൻ മുഖാന്തരം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്തതാണ് ചിരകാലവാസം മുഖേന ബൈ നാച്ചുറലൈസേഷൻ. ചിരകാലവാസം മുഖേന പൗരത്വം നേടാവുന്ന വിഭാഗങ്ങളാണ്. അപേക്ഷകൻ ഇന്ത്യക്കാർക്ക് ഒരു പൗരത്വം നിഷേധിക്കുന്ന ഏതെങ്കിലും രാജ്യത്തെ പൗരൻ അല്ലെങ്കിൽ അപേക്ഷകൻ ഏതെങ്കിലും രാജ്യത്തെ പൗരനാണെങ്കിൽ ഇന്ത്യയിലെ പൗരത്വത്തിനുള്ള അപേക്ഷ സ്വീകരിക്കപ്പെടുന്ന മുടക്ക് മുൻ പൗരത്വം ഉപേക്ഷിക്കുമെങ്കിൽ, അതേപോലെ തന്നെ പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് മുമ്പുള്ള 12 മാസക്കാലം ഇന്ത്യയിൽ താമസിക്കുകയോ ഇന്ത്യൻ ഗവൺമെന്റ് സർവീസിൽ പ്രവർത്തിക്കുകയോ ചെയ്ത വ്യക്തിയാണെങ്കിൽ, മുകളിൽ പറഞ്ഞ 12 മാസത്തിന് മുമ്പോ 14 വർഷക്കാലം ഇന്ത്യയിൽ താമസിക്കുകയോ ഗവൺമെന്റ് സർവീസിൽ പ്രവർത്തിക്കുകയോ ഭാഗികമായി ഒന്നിലും ഭാഗികമായി മറ്റൊന്നിലുമായി ആകെ 11 വർഷമെങ്കിലും ഇന്ത്യയിൽ ചെലവഴിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവർക്കും കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നല്ല സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിൽ, അദ്ദേഹം ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ വ്യക്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഷയിൽ മതിയായ അറിവുള്ള വ്യക്തിയാണെങ്കിലും എന്ത് ചെയ്യുന്നതായിരിക്കും? ഈ പറയുന്ന ചിരകാലവാസം മുഖേന അവർക്ക് എന്ത് കിട്ടുന്നതായിരിക്കും? നിലവിൽ സിറ്റിസൺഷിപ്പ് കിട്ടുന്നതായിരിക്കും. ചിരകാലവാസം മുഖേന പൗരത്വം സ്വീകരിക്കുമ്പോൾ ഇന്ത്യയിൽ താമസിക്കാനോ ഗവൺമെന്റ് സർവീസിൽ സേവനം അനുഷ്ഠിക്കാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇന്ത്യക്ക് അംഗത്വമുള്ള ഏതെങ്കിലും അന്താരാഷ്ട്ര സംഘടനയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇന്ത്യയിലെ ഏതെങ്കിലും സൊസൈറ്റിയിൽ, കമ്പനിയിൽ, സ്ഥാപനത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ കൂറു പുലർത്തുമെന്ന ചിരകാലവാസം മുഖേന പൗരത്വം നേടുന്ന ഓരോ പൗരനും എന്ത് ചെയ്യണം? പ്രതിജ്ഞ എടുക്കണം എന്ന് പറയുന്നു. ഇനി പ്രാദേശിക സംയോജനം മൂലം, അതായത് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് സൊസൈറ്റി, ഇന്ത്യയുടെ ഭാഗമല്ലാത്ത ഏതെങ്കിലും പ്രദേശങ്ങളോ മേഖലയോ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ആ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം എന്ത് ചെയ്യുന്നു? ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും രീതിയിലാണ്, അതായത് 5 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ പറയുന്ന ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കാര്യം പറയുന്നത് ഇതാണ്. പാർലമെന്റ് പാസാക്കിയ 1955 പൗരത്വ നിയമം അനുസരിച്ചാണ് വ്യക്തിക്ക് എത്ര രീതിയിൽ പൗരത്വം നേടിയെടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 രീതിയിലാണ്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 1 ജന്മസിദ്ധമായ പൗരത്വം, 2 പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, 3 രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, 4 ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം, 5 പ്രാദേശിക സംയോജനം വഴിയുള്ള പൗരത്വം. ഇങ്ങനെ 5 രീതിയിലാണ് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ പൗരത്വം എങ്ങനെയൊക്കെ നമുക്ക് നഷ്ടപ്പെടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 രീതിയിലാണ് ഇന്ത്യൻ പൗരത്വം നമുക്ക് നഷ്ടമാകുന്നത്. ഒന്നാണ് പൗരത്വം സ്വമേധയാ ഉപേക്ഷിക്കൽ, അതായത് റിനൗൺസിയേഷൻ. ഇനി രണ്ടാമത്തെയാണ് പൗരത്വം നിർത്തലാക്കൽ, അതായത് ടെർമിനേഷൻ. മൂന്നാമത്തെയാണ് പൗരത്വ അപഹരണം, ഡിപ്രിവേഷൻ. അങ്ങനെ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? പൗരത്വം നഷ്ടപ്പെടാം. 5 രീതിയിൽ പൗരത്വം നമുക്ക് ആർജിക്കാം. അപ്പോൾ 5 രീതിയിൽ ആർജിക്കാം, 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. എന്താണ് ഒന്നാമത്തെ റിനൗൺസിയേഷൻ എന്ന് ചോദിച്ചാൽ, ഡിക്ലറേഷൻ നൽകുന്നത് വഴി പ്രായപൂർത്തിയും പ്രാപ്തിയുമുള്ള ഏതൊരു പൗരനും പൗരത്വം നിരാകരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡിക്ലറേഷൻ നൽകുന്നത് വഴി പ്രായപൂർത്തിയും അതേപോലെ തന്നെ പ്രാപ്തിയുമുള്ള ഏതൊരു പൗരനും പൗരത്വം നിരാകരിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് നിർത്തലാക്കൽ. മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വന്തം അറിവോടെയും സമ്മതത്തോടെയും സ്വീകരിക്കുന്ന ഇന്ത്യൻ പൗരന്റെ പൗരത്വം നിർത്തലാക്കപ്പെടും. ഓക്കെ, അപ്പോൾ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം നമ്മൾ എന്താണ് സ്വന്തം അറിവോടെയോ അല്ലെങ്കിൽ സമ്മതത്തോടെയും കൂടി സ്വീകരിക്കുകയാണെങ്കിൽ ആ പൗരൻ എന്ത് ചെയ്യും? നിലവിൽ ഇന്ത്യൻ പൗരത്വം എന്ന് പറയുന്നത് നിർത്തലാക്കപ്പെടും. അടുത്തതാണ് പൗരത്വ അപഹരണം എന്ന് പറയുന്നത്. എന്താണ് പൗരത്വ അപഹരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ് പൗരത്വം വ്യാജമായി നേടിയെടുക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ പൗരത്വം വ്യാജമായിട്ട് നേടിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൗരത്വാപഹരണമാണ്. ഇന്ത്യൻ ഭരണഘടനയോട് അനാദരവ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതും എന്താണ്? പൗരത്വ അപഹരണമാണ്. അതേപോലെ യുദ്ധകാലഘട്ടത്തിൽ ശത്രുരാജ്യവുമായി ബന്ധം പുലർത്തിയാൽ അതും എന്താണ്? പൗരത്വ അപഹരണമാണ്. അതേപോലെ തന്നെ ചിരകാലവാസം മുഖേനയുള്ള പൗരത്വത്തിന് രജിസ്റ്റർ ചെയ്ത് പൗരത്വം നേടി വ്യക്തി 5 വർഷത്തിനകം ഏതെങ്കിലും രാജ്യത്ത് 2 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചാൽ അയാൾക്കും പൗരത്വാപഹരണമാണ്. അതേപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് 7 വർഷക്കാലം തുടർച്ചയായി സ്ഥിതി
താമസമാക്കിയാൽ അതും എന്താണ്? പൗരത്വ അപഹരണമാണ്. ഓക്കെ, അപ്പോൾ 3 രീതിയിലാണ് എന്ത് ചെയ്യപ്പെടുന്നത്? ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് നമ്മൾ പറഞ്ഞു, പൗരത്വം സ്വമേധയാ ഉപേക്ഷിക്കൽ. രണ്ടാമത്തെ പൗരത്വം നിർത്തലാക്കൽ. മൂന്നാമത്തെ പൗരത്വ അപഹരണം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പൗരത്വ ഭേദഗതി നിയമം 2019. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പൗരത്വ ഭേദഗതി നിയമം 2019 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2014 ഡിസംബർ 31 അതിനു മുൻപ് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ, അതായത് ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ, ഇവർ മതപീഡനം മൂലമാണ് ഇന്ത്യയിലേക്ക് കുടിയേറിയതെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്ന നിയമമാണ് എന്തെന്ന് പറയുന്നത്? പൗരത്വ ഭേദഗതി നിയമം 2019 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പൗരത്വ ഭേദഗതി നിയമം 2019 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 2014 ഡിസംബർ 31 അതിനു മുൻപോ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഏതൊക്കെയാണ്? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരായ ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ എന്നിവർ മതപീഡനം മൂലമാണ് ഇന്ത്യയിലേക്ക് കുടിയേറിയതെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്ന നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം 2019. 1955 പൗരത്വ നിയമത്തിലെ സെക്ഷൻ 2, സെക്ഷൻ 18, സെക്ഷൻ 7D, 3-ാം ഷെഡ്യൂൾ എന്നിവയാണ് ഭേദഗതി ചെയ്തത്. കൂടാതെ സെക്ഷൻ 6B പുതിയതായി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം വഴി കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. ഓക്കെ, ഇനി ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ കുടിയേറ്റക്കാർ 11 വർഷം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം എന്നുള്ളത് 5 വർഷമായി എന്ത് ചെയ്യാണ്? കുറച്ചു 3-ാം ഷെഡ്യൂൾ ഭേദഗതിയിലൂടെ. അപ്പോൾ 3-ാം ഷെഡ്യൂൾ ഭേദഗതിയിലൂടെ ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ കുടിയേറ്റക്കാർ 11 വർഷം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം എന്നുള്ളത് എന്ത് ചെയ്യാണ്? 5 വർഷമായിട്ട് കുറയ്ക്കുകയാണ്. അതേപോലെ തന്നെ പൗരത്വ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള അമിത് ഷായാണ് പൗരത്വ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. അമിത് ഷാ ആണ്. ഓക്കെ, പൗരത്വ ഭേദഗതിയിൽ ലോകസഭ പാസാക്കിയത് പൗരത്വ ഭേദഗതി ബില്ല് 2019 ഡിസംബർ 10 ഓക്കെ, അപ്പോൾ പൗരത്വ ഭേദഗതി ബില്ല് ലോകസഭ പാസാക്കിയത് 2019 ഡിസംബർ 10. അതിൽ 311 പേർ അനുകൂലിച്ചു, 80 പേരാണ് പ്രതികൂലിച്ചത്. ഓക്കെ, അപ്പോൾ പൗരത്വ ഭേദഗതി ബില്ല് ലോകസഭ പാസാക്കിയത് 2019 ഡിസംബർ 10. 311 പേർ അനുകൂലിച്ചു, 80 പേർ എന്ത് ചെയ്തു? പ്രതികൂലിച്ചു. പൗരത്വ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയത് 2019 ഡിസംബറിലാണ്. ഇനി അതിൻ്റെ അകത്ത് 115 പേർ അനുകൂലിച്ചു, 105 പേർ പ്രതികൂലിച്ചു. പൗരത്വ ഭേദഗതി ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്നാണ് ചോദിച്ചിട്ടുണ്ട്. അത് 2019 ഡിസംബർ 12 പൗരത്വ ഭേദഗതി ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചത്. പൗരത്വ ഭേദഗതി ബിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാംനാഥ് കോവിന്ദ് ആണ്. പൗരത്വ ഭേദഗതി ബില്ല് ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ്. പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2020 ജനുവരി 10 ഓക്കെ, 2020 ജനുവരി 10. അപ്പോൾ ഒന്നുകൂടി നോക്കാം. പൗരത്വ ഭേദഗതി ബിൽ ലോകസഭ പാസാക്കിയത് 2019 ഡിസംബർ 10. 311 പേർ അനുകൂലിച്ചു, 80 പേർ പ്രതികൂലിച്ചു. പൗരത്വ ഭേദഗതി ബില്ല് രാജ്യസഭയാണെങ്കിലോ 2019 ഡിസംബറിലാണ്. അതേപോലെ തന്നെ പൗരത്വ ഭേദഗതി ബിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12. അതേപോലെ എന്താണ് പൗരത്വ ഭേദഗതി ബിൽ ഒപ്പുവെച്ച സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാംനാഥ് കോവിന്ദ് ആണ്. പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2020 ജനുവരി 10. ഇനി പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനായി അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. ഓക്കെ, അപ്പോൾ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനായി അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കിയ സംസ്ഥാനം ഉത്തർപ്രദേശ്. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് അഭിനന്ദനങ്ങൾ പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് ഗോവ. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. രണ്ടാമത്തെ സംസ്ഥാനമാണ് പഞ്ചാബ്. ഓക്കെ, അപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. രണ്ടാമത്തെ സംസ്ഥാനമാണ് പഞ്ചാബ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയാണ്
ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കാലടി. ഓക്കെ, അപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയാണ് കാലടി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് പുതുച്ചേരിയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. 1955 1955 പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തിയ വർഷങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1957, 1960, 1985, 86, 1992, 2003, 2005, 2015, 2019. അപ്പോൾ 1955 പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തിയ വർഷങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 1957, 2 1960, 3 1985, 4 1986, 5 1992, 6 2003, 7 2005, 8 2015, 9 2019. അപ്പോൾ 1955 പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തിയ വർഷങ്ങൾ ഈ 9 വർഷങ്ങളാണ്. ഓക്കെ, ഇനി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് പൗരത്വ ഭേദഗതി നിയമം 2019 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്മൾ പറഞ്ഞു പൗരത്വം നേടിയെടുക്കാനായിട്ട് 5 തരത്തിൽ പൗരത്വം നേടിയെടുക്കാം. 3 വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറയുന്ന പൗരത്വം നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. അതേപോലെ തന്നെ എന്താണ് നിലവിൽ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ പൗരത്വം നേടുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളുകൾ 5 മുതൽ 11 വരെയുള്ളത് ഏതാണെന്നുള്ളത് പറഞ്ഞു. ഏത് പാർട്ടിലാണ് പൗരത്വത്തെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് പറഞ്ഞു, പാർട്ട് 2-ലാണ്. അങ്ങനെ പൗരത്വവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് 1 2 തവണ കേൾക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, PDF നോട്ട് നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്, അതൊന്ന് പോയി വായിക്കുക. അതേപോലെ തന്നെ കൃത്യം 9 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടാവും, അതിൽ കൂടി എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് പക്ക ക്രിസ്റ്റൽ ക്ലാരിറ്റി ആയിരിക്കും. നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യുക. ഇഷ്ടപ്പെട്ടും കഷ്ടപ്പെട്ടും പഠിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നല്ലൊരു ജോലി ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.